മേറ്റ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നാളെ രാവിലത്തേക്ക് ഒരു അത്യാവശ്യ സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിന് നേരെ ഓപ്പോസിറ്റുള്ള ഷോപ്പിംഗ് മോളിലേക്ക് വന്നതാണ് കേട്ടോ. ഈ സാധനം ഇല്ലെങ്കിൽ നാളത്തെ ഒരു പരിപാടിയും നടക്കില്ല. അപ്പോൾ അതെന്താ സാധനം എന്നല്ലേ, ബാ ഉള്ളിൽ കയറിയിട്ട് എന്താ മേടിക്കുന്നത് നമുക്ക് നോക്കാം. അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് മോളിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് കേട്ടോ. കാണുമ്പോൾ ഇത് ചെറിയ ഷോപ്പിംഗ് മോളാണെങ്കിൽ ഇത് ഭയങ്കര വലിയ ഷോപ്പിംഗ് മോളാണ് കേട്ടോ. അങ്ങേ അറ്റം മുതൽ അങ്ങേ അറ്റം വരെയാണ് ഷോപ്പിംഗ് മോൾ നീണ്ടു നിവർന്ന് നടക്കുകയാണ്. പക്ഷേ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇവിടുത്തെ ഷോപ്പിംഗ് മോളുകളെല്ലാം ഒരു 5:30 6 o'clock ആകുമ്പോഴത്തേനും മിക്ക ഷോപ്പുകളും അടയ്ക്കും. പിന്നെ നമുക്ക് ആകെയുള്ളൊരു ഗ്രോസറി മേടിക്കാനുള്ള ഷോപ്പുകൾ മാത്രമാണ് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ടാവുള്ളൂ. അപ്പം നമുക്കിവിടെയുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ആൾഡി, വൂൾവർത്ത്, കോൾസ് ഇതൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ ഇപ്പം കറൻ്റ്ലി ഓപ്പൺ ആയിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് കുറച്ച് ഗ്രോസറീസ് മേടിക്കാം. ഇവിടുത്തെ ഷോപ്പിംഗ് മോളുകളൊക്കെ വൺ സ്റ്റോപ്പ് ഫോർ എവറിത്തിങ് ആണ്. നമ്മുടെ നാട്ടിൽ അങ്ങനെ തന്നെയാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ കാണാത്ത ചില കാര്യങ്ങൾ ഇവിടെയുണ്ട്. ഈ ഷോപ്പിംഗ് മോളിൽ തന്നെ നമുക്ക് ഹോസ്പിറ്റലുണ്ട്, അതായത് ചെറിയ ക്ലിനിക്കുകളുണ്ട്. അതുപോലെ തന്നെ എല്ലാ നാഷണലൈസ്ഡ് ബാങ്കിൻ്റെ ബ്രാഞ്ചുകൾ ഇവിടെ തന്നെയുണ്ട്. അപ്പം നമ്മുടെ നാട്ടിലെ പോലെ നമ്മൾ ഇപ്പം ബാങ്കിങ്ങിന് വേണമെങ്കിൽ നമ്മൾ ബാങ്കിൻ്റെ ബ്രാഞ്ചിലേക്ക് കുറച്ച് ദൂരമൊക്കെ പോകേണ്ടത്. ഇവിടെ അതിനൊന്നുമില്ല. നമ്മൾ ഒരു ഷോപ്പിംഗ് മോൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ബാങ്കിങ് നടത്താം, ഷോപ്പ് ചെയ്യാം, അതിൽ നിങ്ങൾക്ക് ഗ്രോസറീസ് മേടിക്കാം. അതുപോലെ നമ്മുടെ നാട്ടിൽ അക്ഷയ എന്ന് പറഞ്ഞല്ലേ, അതുപോലെ തന്നെ ഇവിടുത്തെ സർവീസ് NSWയും അതും ഇവിടെ തന്നെയുണ്ട്. എല്ലാം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ അവൈലബിൾ ആണ്. ഇങ്ങനെ നമ്മൾ നടന്ന കോൾസിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ടോ. ഈ കോൾസ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ലുലു ഹൈപ്പർ മാർക്കറ്റിലെ അതുപോലുള്ളൊരു ഗ്രോസറി സ്റ്റോറാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നാണ് സാധനം മേടിക്കുന്നത്. നമുക്ക് ഉള്ളിൽ കയറിയിട്ട് കാണാം. അപ്പോൾ നമ്മൾ കോൾസിൻ്റെ ഉള്ളിലേക്ക് കയറുവാണ് കേട്ടോ. ഇവിടുത്തെ വെജിറ്റബിൾ സെക്ഷനാണ് കേട്ടോ. ആദ്യം കയറി വരുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ കാണുന്നത് വെജീസ് സെക്ഷനാണ്. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള വെജ് ഐറ്റംസ് എല്ലാം മേടിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഈ വെജ് ഐറ്റംസ് ഇവിടെ നമുക്ക് സാലഡ്സ് രീതിയിൽ ഇവിടെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കട്ട് ചെയ്യാൻ പറ്റില്ലാത്തവർക്കെല്ലാം ഇത് ഓൾറെഡി കട്ട് ചെയ്തിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ പല വെറൈറ്റീസ് ആപ്പിൾസ് ഉണ്ട് കേട്ടോ. ഇത് പിങ്ക് ലേഡിയാണ്, അതുപോലെ റോയൽ ഗാല എന്ന് പറഞ്ഞുകൊണ്ട്, അതുപോലെ പല ടൈപ്പ് ആപ്പിൾസ് ഉണ്ട്. അപ്പം എനിക്കിഷ്ടപ്പെട്ട പിങ്ക് ലേഡിയാണ് കേട്ടോ. ഇത് നല്ല സ്വീറ്റാണ്. ഇതൊരു പാക്കറ്റ് എടുക്കാം. നമ്മുടെ നാട്ടിലെ കപ്പളങ്ങയില്ലേ, പപ്പായയാണ് കേട്ടോ. ഒരു പപ്പായയുടെ വില എന്ന് പറയുന്നത് 250 രൂപയാണ്. ഇത് നമ്മുടെ നാട്ടിലെ തക്കാളിയാണ് കേട്ടോ. ഈ 6 തക്കാളിക്ക് ഇവിടുത്തെ വില എന്ന് പറയുന്നത് 450 രൂപയാണ്. അതായത് നമ്മൾ നാട്ടിലെ ഇതിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇവിടെ തക്കാളിക്ക് നല്ല പൈസ കൂടുതലാണ് കേട്ടോ. നാട്ടിലാകുമ്പോൾ നമുക്ക് ചെറിയ പൈസ കിട്ടുന്ന സാധനമാണിത്. പല വെറൈറ്റിയിലുള്ള ഉള്ളി കിട്ടും കേട്ടോ. ഇതൊരു ഇന്ത്യൻ ഉള്ളി കേട്ടോ. നമ്മുടെ നാട്ടിലേക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന ഇതാണ്. പിന്നെ നമുക്കുള്ളത് ഇത് US നിന്ന് വരുന്ന വൈറ്റ് ഒനിയൻ ആണ് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ ഒരു പിങ്കിഷ് ഉള്ള കളറുള്ള ഈ ഒരു ഉള്ളിയുണ്ട് കേട്ടോ. ഈ ഉള്ളിനെക്കാട്ട് നമ്മൾ ഈ ഒനിയനായിട്ട് ഉപയോഗിക്കുന്നത്. ഇതാകുമ്പോൾ അതിനായി നമ്മൾ ഉള്ളി മുറിക്കുന്ന ഒരു ഗ്യാസ് ഇല്ലേ, ആ ഗ്യാസ് ഇതിൽ കുറവാണ് കേട്ടോ. പിന്നെ ടേസ്റ്റും എനിക്കിഷ്ടപ്പെട്ട ഇതിൻ്റെയാണ്. ഇതാകുമ്പോൾ നമുക്ക് ഗൊക്കമോളി എല്ലാം ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇടാൻ പറ്റിയ ഏറ്റവും നല്ല ഉള്ളിയാണ് കേട്ടത്. മഷ്റൂംസിൻ്റെ സെക്ഷനാണ് കേട്ടോ. ഇവിടെ പല വെറൈറ്റി മഷ്റൂംസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഇത് കട്ട് ചെയ്തുകൊണ്ട് കട്ട് ചെയ്യാത്തതുകൊണ്ട്, അപ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ളത് മഷ്റൂംസ് ഇവിടുന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അത് പച്ചമുളകാണ് കേട്ടോ, ഗ്രീൻ ചില്ലിയാണ്. അപ്പോൾ നാട്ടിലൊക്കെ നമ്മൾ 200 300 500 ഗ്രാം മേടിക്കൂലേ, ഇവിടെ കിട്ടുന്ന 4 പീസേ ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ നാട്ടിൽ 250 രൂപയാണ്. കാലുണ്ടോ മക്കളെ കോഴിക്കാല്? ഇവിടുത്തെ കോഴീൻ്റെ കാലിൻ്റെ സൈസ് നോക്കി എന്നാ വലുതാണ്. ഇത് ശരിക്കും പറയാൻ ലാഭമാണ്. ഇതൊരു 9 പീസ് ഉണ്ട് കേട്ടോ. ഇതിന് അധികം പൈസ ഇല്ല. പക്ഷേ ഇവിടെ ചിക്കൻ ഉണ്ടായിരുന്നു. ഇവിടെ ചിക്കൻ്റെ ഓരോ പാർട്സിനനുസരിച്ചാണ് പൈസ. ഇതിന് ചിക്കൻ്റെ കാലിന് പൈസ കുറവാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ തൈ ബാക്കി അതിനൊക്കെ നല്ല പൈസ റേറ്റ് കൂടുതലാണ് കേട്ടോ. ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഏരിയ ആണ് കേട്ടോ. അപ്പം ഞാൻ ഒരു പാക്കറ്റ് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. ഫിഷിൻ്റെ സെക്ഷനാണ്. ഇവിടെ ഫിഷ് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പല സാധനങ്ങളും ഇവിടെ കിട്ടില്ല. പക്ഷേ ഇവിടെ നമ്മുടെ നാട്ടിൽ കിട്ടാത്ത പല ഫിഷുകളും ഇവിടെ കിട്ടുന്നുണ്ട്. അത് ബേക്കറി സെക്ഷനിലാണ്. അപ്പം എനിക്ക് കുറച്ച് ബ്രെഡ് എടുക്കണം. അതുപോലെ ഈ കാണുന്നതെല്ലാം നമ്മുടെ ഇവിടുത്തെ കുക്കീസുകളാണ്. പല വെറൈറ്റി കുക്കീസുകളൊക്കെ ഉണ്ട്. ഓസ്ട്രേലിയയിൽ എങ്ങനെയാണ് പാല് കിട്ടുന്നതെന്നല്ലേ, ഇതേപോലെയുള്ള ക്യാനുകളിലാണ് ഇവിടെ പാല് കിട്ടുന്നത് കേട്ടോ. ഇവിടെ 3 ലിറ്ററിൻ്റെ പാലുണ്ട്, അതുപോലെ 2 ലിറ്ററിൻ്റെ പാലുണ്ട്, അതുപോലെ 1 ലിറ്ററിൻ്റെ പാലും ഉണ്ട് കേട്ടോ. ഇതേപോലെ കുപ്പികളിലും ഇങ്ങനെയുള്ള പ്ലാസ്റ്റിക് കുപ്പികളിലും കിട്ടും, അതുപോലെ തന്നെ ക്യാനിലും കിട്ടും കേട്ടോ. അതുപോലെ ഇത് ഫുൾ ക്രീമും ഉണ്ട്, അതായത് ലൈറ്റും ഉണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിൽ ബ്ലൂ, ഓറഞ്ച് എന്നെല്ലാം പറഞ്ഞ മിൽമ ഇറക്കുന്നില്ലേ, അതേപോലെ തന്നെയാണ് ഇവിടെ. പ്രൊഡക്ട്സിന് ഇവിടെ അധികം വില ഉണ്ടതായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഓസ്ട്രേലിയ, ന്യൂസിലാൻഡിലാണ് ഏറ്റവും കൂടുതൽ ഡയറി പ്രൊഡക്ട്സുകൾ ഉണ്ടാക്കുന്നതും. അതുകൊണ്ട് തന്നെ ഇവിടെ കുറച്ച് അഫോർഡബിളായ രീതിയിലാണ് നമുക്കിവിടെ കിട്ടുന്നത്. നമ്മളിപ്പോൾ കയറുന്നത് ഇന്ത്യൻ സെക്ഷനിലേക്കാണ്. ഇവിടെ മൊത്തം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാത്തരം ഐറ്റംസും ഈ സെക്ഷനിൽ നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് എല്ലാ ഇന്ത്യൻ പ്രോഡക്റ്റും കിട്ടുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ നാട്ടിലുള്ള പ്രമുഖ ബ്രാൻഡുകളായ ഈസ്റ്റേണും കിച്ചൺ ഫ്രഷേഴ്സ് അങ്ങനെയുള്ള എല്ലാ പ്രോഡക്റ്റുകളും നമുക്കിവിടെ അവൈലബിൾ ആണ്. അതുപോലെ റൈസും പല വെറൈറ്റി ഇൻ ദ സെൻസ് ബസ്മതി റൈസ് ഉണ്ട്, നോർമൽ റൈസ് ഉണ്ട്. നമുക്കിവിടെ പവിഴവും അതുപോലെ ഡബിൾ ഹോൾസിൻ്റെ എല്ലാം റൈസ് ഐറ്റംസ് ഇവിടെ കിട്ടുന്നുണ്ട്. ഇത് കടല, പരിപ്പ്,
തുടങ്ങിയ സാധനങ്ങളുടെ സെക്ഷനാണ് ഇത്. ഇന്ന് കൊണ്ടുവന്ന ഉപ്പിലിട്ട സാധനങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇത് അച്ചാറുകൾ, നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പല അച്ചാറുകൾ ഇവിടെ അവൈലബിളാണ്. ഞാൻ വീഡിയോ തുടങ്ങിയപ്പോൾ പറഞ്ഞില്ല, ഒരു അർജൻറ്റ് സാധനം മേടിക്കാൻ വേണ്ടി തന്നെ ഷോപ്പിങ്ങിന് വന്നത്. ആ സാധനമാണ് ഇത് എൻ്റെ കയ്യിലിരിക്കുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, ഓസ്ട്രേലിയയിൽ ബാത്റൂമിൽ കഴിഞ്ഞാൽ നമുക്ക് വെള്ളമില്ല. അപ്പോൾ ഈ സാധനം തീർന്നു പോയിരിക്കുകയാണ്. അപ്പോൾ നാളെ രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ നമുക്ക് പോയി കഴിയുമ്പോൾ ഈ സാധനം ഇല്ലെങ്കിൽ പണി കിട്ടും. ഇത് മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രാത്രിയിൽ നമ്മളിപ്പം ഷോപ്പിങ്ങിന് വന്നിരിക്കുന്നത്. സാധനം കിട്ടി. നമുക്കിവിടെ ഓസ്ട്രേലിയയിൽ ഫ്രഷ് വെജിറ്റബിൾസിന് പൈസ കൂടുതലുണ്ട്. അപ്പോൾ നമ്മളെന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രോസൺ സാധനം മേടിക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാനിപ്പോൾ ഒരു പാക്കറ്റ് ബിന്ദി എടുത്തിട്ടുണ്ട്. എൻ്റെ നാട്ടിൽ നിന്ന് വന്നു ലേഡീസ് ഫിംഗർ. എൻ്റെ മലയാളം എന്തായിരുന്നു ആണെന്നൊക്കെ ഫ്രോസൺ ബീൻസാണ്. നമ്മളൊക്കെ നാട്ടിൽ കടയിൽ പോയിട്ട് 500 1 കിലോയ്ക്ക് മേടിക്കുന്നതാണ് ഇപ്പോൾ ഓർമ്മ വരുന്നത്. ഇവിടെയെല്ലാം തണുത്ത് പറിച്ചിരിക്കുന്ന സാധനങ്ങളാണ് കിട്ടുന്നത്. നിങ്ങൾ കോൾസിലോ അല്ലെങ്കിൽ ബൂൾവർത്തിൽ വരുവാണെങ്കിൽ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനൊരു സെക്ഷൻ ഉണ്ടാവും. സ്പെഷ്യൽ പ്രൈസ്, ഹാഫ് പ്രൈസ്, 40% പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ മാക്സിമം സാധനങ്ങൾ ഇവിടെ നിന്ന് എടുക്കാൻ ശ്രമിക്കുക. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നല്ല ഓഫറിൽ കിട്ടുന്ന സാധനങ്ങളായിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പം ഇതുകൊണ്ട് നിങ്ങൾക്ക് ഉപകാരം അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്ക് എന്തെങ്കിലും ആവശ്യമുള്ളതാണെങ്കിൽ നിങ്ങൾ മേടിച്ച് വെക്കുക. ഈ ഓഫർ കൊണ്ട് അത് ഉപകാരപ്പെടും. ഈ ഓഫറുള്ള സാധനങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ജസ്റ്റ് വാലിഡിറ്റിയും കൂടി ഒന്ന് ഡബിൾ ചെക്ക് ചെയ്തിട്ട് സാധനങ്ങൾ എടുക്കണേ. സാധനമൊക്കെ മേടിച്ചിട്ട് ബില്ല് ചെയ്യാൻ പോകണം കേട്ടോ. നാട്ടിലെ പോലെ ഇവിടെ ബില്ല് ചെയ്ത് തരാൻ ആൾക്കാരൊന്നുമില്ല. നമ്മൾ സ്വന്തം ബില്ല് ചെയ്തിട്ട് വേണം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ. അപ്പോൾ എങ്ങനെ ചെയ്യുന്നത് കാണിച്ചു തരുമ്പോൾ ബില്ല് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് സാധനം എടുക്കാം, സ്കാൻ ചെയ്യാം, ഇവിടെ പ്ലേസ് ചെയ്യാം. ഇവിടെ പ്ലേസ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്ക് നെക്സ്റ്റ് ഐറ്റമിനകത്ത് സ്കാൻ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ സിസ്റ്റം ബീപ്പപ്പ് സൗണ്ട് കാണിക്കും. അപ്പം ഞാനിത് മേടിച്ച സാധനങ്ങളൊക്കെ ഒന്ന് സ്കാൻ ചെയ്യട്ടെ. ഇപ്പം ഇത് ഫുൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്കിവിടെ ഒരു ഓപ്ഷൻ വരും, പേ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇത് സ്കിപ്പ് ചെയ്താൽ മതി. പിന്നെ കാർഡ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ മെഷീനിൽ എമൗണ്ട് കാണിക്കും. ജസ്റ്റ് സ്വൈപ്പ് ചെയ്താൽ മതി. അതിനുശേഷം ഇപ്പോൾ ബില്ല് ജനറേറ്റ് ചെയ്യാണ്. ഇവിടെ നമുക്ക് ബില്ല് വരുന്നതായിരിക്കും. അപ്പം നമ്മൾ പർച്ചേസ് ചെയ്യേണ്ട ബില്ലാണിത്. ഇനി സാധനം എടുത്ത് വീട്ടിൽ പോകും. അപ്പോൾ നമ്മൾ സാധനമൊക്കെ മേടിച്ചിട്ട് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ പുറത്ത്. നമ്മളിപ്പോൾ ഗ്രോസറി സാധനം മേടിച്ചില്ലേ, അതേപോലെ തന്നെ നമുക്ക് മദ്യം, അതല്ല നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ കിട്ടുന്ന സ്ഥലമാണ് എൻ്റെ പുറകെ കാണുന്ന ലിക്വർ ലാൻഡ്. അപ്പോൾ നമുക്കൊരു ദിവസം ഇവിടെ പോയിട്ട് ഷോപ്പ് ചെയ്യുന്നൊരു വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. ഇതിപ്പോൾ ഞാനിപ്പം വന്ന ഷോപ്പിംഗ് മോളിലൊരു ഷോപ്പാണ് കേട്ടോ. ഇവിടെ നമ്മുടെ നാട്ടിൽ ഗണപതിയും ശ്രീകൃഷ്ണനും അതുപോലെ തന്നെ നമ്മുടെ ഈശോയും മാതാവും അതല്ല യോസേപ്പിതാവിൻ്റെ എല്ലാം സ്റ്റാച്യൂസൊക്കെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. നമ്മൾ സാധനമൊക്കെ മേടിച്ചിട്ട് നമ്മളിപ്പം വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ സാധനം കൈ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. ഈ കാണുന്നതാണ് നമ്മൾ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്ഷൻസാണ് ഈ കാണുന്നത്. ഇപ്പം ഇവിടെ 2-3 ടവേഴ്സ് ഉണ്ട്. അതിലൊരു ടവറിലാണ് നമ്മൾ താമസിക്കുന്നത്. ഇതിനപ്പോൾ നമ്മൾ റോഡ് മുറിച്ച് കിടന്നിട്ട് അവിടെ എത്തിയിട്ട് കാണാം. 9 മണിയായപ്പോഴത്തേനും വിജനമായി കിടക്കുന്ന സ്ഥലമാണ് നിങ്ങൾ കാണുന്നത്. സിഡ്നി എന്ന് പറഞ്ഞ മഹാനഗരത്തിൻ്റെ ശാന്തതയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അങ്ങനെ സാധനമൊക്കെ മേടിച്ചിട്ട് നമ്മൾ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിൻ്റെ താഴെ എത്തിയിട്ടുണ്ടോ. സാധനം ഇപ്പോഴും കയ്യിൽ തന്നെയുണ്ട്. അപ്പം ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരായിരിക്കും. സിയാ.